കെ ശൈല ടീച്ചർ കഴിഞ്ഞ മന്ത്രിസഭയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് കൊടുവള്ളി നിയോജക മണ്ഡലം MLA ശ്രീ കാരാട്ട് റസാഖ് അവരുടെ ചുമതലമായി 3 കോടി രൂപ ലഭിച്ചതിൽ നിന്ന് നരിക്കുനി പഞ്ചായത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ OP വിഭാഗത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ കൊടുക്കുന്ന സംസ്ഥാനമായി ഞാനും നിങ്ങളും ജീവിക്കുന്ന സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഡോക്ടർ രാജാറാം പ്രിയപ്പെട്ട CP ലൈല, പ്രേമരാജൻ, ബാലാമണി ടീച്ചർ കൂടി നിങ്ങൾ അറിയിക്കുന്നു. പ്രസിഡന്റിലൊക്കെ സാന്നിധ്യം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിതുവരെ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത്, ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചതാണ്. 1 കോടി രൂപയോളം നമ്മൾ അതിന് ചെലവഴിച്ച് അത് അടച്ചിട്ടിരിക്കുകയാണ്. അത് തുറന്ന് ഐസൊലേഷൻ ഭാഗം എത്രയും പെട്ടെന്ന് നമ്മൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ അതൊരു സാമ്പത്തിക ഏറെ പ്രിയങ്കരനായ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉദ്ഘാടന ചടങ്ങിനായി നിറഞ്ഞ കയ്യടികളോടുകൂടെ സ്നേഹാദരങ്ങളോടെ ഈ പരിപാടി ഉദ്ഘാടനം ഉണ്ടാകട്ടെ എന്നല്ല ആഗ്രഹിക്കുന്നു. ആശുപത്രിയുടെ വീണാരോഗത്തിന്റെ ആശംസകൾ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തവരായിരിക്കുന്നു നിങ്ങൾക്ക് ബഹുമാനം. നരിക്കുനി ആശുപത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന താമരശ്ശേരി 1 കോടി രൂപ ചെലവിൽ നരിക്കുനി CSCക്ക് വേണ്ടി ഒരു കെട്ടിടം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നരിക്കുനി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കഴിഞ്ഞ 2021
അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമതി കെ ശൈലജ ടീച്ചർ അവരുടെ ഇടപെടലിൻ്റെ ഭാഗമായി അന്ന് MLA ആയിരുന്ന ശ്രീ കാരാട്ട് റസാഖ് അവരുടെ ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായി അന്ന് ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ നരിക്കുനി ആശുപത്രിക്ക് വേണ്ടി 3 കോടി രൂപ ആരോഗ്യ വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിക്കുകയാണ് ചെയ്തത്. Shadows play, the wind hums songs at the break of day, whispering pines, secrets untold.